ഫ്രണ്ട്സേ ധന്യാണ്. ഞാനിപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പക്കടയിലാണ് കേട്ടാ. ഞാന് ഇന്ന് എനിക്ക് കുറച്ച് ഉണ്ണിയപ്പം ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ചുട്ടുകൊണ്ടിരിക്കുകയാണേ. കാണിച്ചു തരാം കേട്ടാ. ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉള്ളവര് നമ്മളുടെ ഉണ്ണിയപ്പം എന്താ പറയാ ഓർഡർ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഇന്ന് പുണ്യ റമദാൻ മാസത്തിലെ 10ാമത്തെ ദിവസമാണ്. ഇന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് കാരുണ്യത്തിന്റെ 10ആണ്. ഇന്ന് കാരുണ്യത്തിന്റെ 10 ഇവിടെ ഇന്ന് അവസാനിക്കാൻ പോവാണ്. നാളെ മുതൽ പാപമോചനത്തിന്റെ 10ആണ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കും ചില സമയങ്ങൾ തെറ്റുപറ്റാറുണ്ട്. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. തെറ്റുപറ്റി അത് തിരുത്തി പോകുമ്പോഴാണ് അതിൽ നമുക്കൊരു എന്തുണ്ടാവുക, ഒരു മനസ്സമാധാനം ഉണ്ടാവുക. തെറ്റ് നമ്മൾ ഒരാളുടെ അടുത്ത് ഇന്നത് ചെയ്തു, മറ്റുള്ളവർക്ക് അത് വേദനയാവുന്നുണ്ട്, നിങ്ങൾ ഇനി ഒരിക്കലും ആ തെറ്റിലൂടെ പോവരുതേ, അല്ലെങ്കിൽ അങ്ങനെ പറയരുതേ പറഞ്ഞിട്ടും അങ്ങനെ കളിയാക്കുന്ന മനുഷ്യന്മാരുണ്ട്. എന്തിന്? ഇപ്പൊ എൻ്റെ ഫേസ്ബുക്കിലത്തെ കാര്യം തന്നെ പറയാ. ഒരു ഇക്ക ഉള്ള പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല കേട്ടാ. മൂപ്പര് പിന്നെ ഞാൻ AP ഉസ്താദിന്റെ വീഡിയോ ചെയ്യണതുകൊണ്ട് AP-ക്കാരി ധന്യ, ഞാൻ എൻ്റെ പഴയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് AP-ക്കാരി ധന്യല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് സന്തോഷം, അഭിമാനം മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിന്റെ താഴെ വന്നിട്ട് കുറെ നെഗറ്റീവായിട്ട് അടിക്കുന്ന കുറെ ആളുകളുണ്ട്. നമ്മൾ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല. ഇപ്പൊ എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ, ഈ പുണ്യ റമദാൻ മാസത്തിലെ നോൽമ്പ് നോൽക്കാൻ കറക്റ്റ് നിയ്യത്ത് വെച്ചിട്ട് നോൽമ്പ് നോൽക്കുന്നത് 3 വർഷമായിട്ടാണ്. ഞാനിത് 3ാമത്തെ വർഷമാണ്. 3 വർഷമായിട്ട് നമ്മളിങ്ങനെ നോൽമ്പ് നോൽക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് വരാറുണ്ട്. നമ്മൾ നെഗറ്റീവ്സിനെയൊക്കെ പോസിറ്റീവ് ആക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പള്ളികളിൽ മതസൗഹാർദ്ദപരമായിട്ട് നോമ്പ് തുറന്ന് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതപ്പോൾ ഒരു പള്ളി ഇമാമ് തിരുവനന്തപുരത്താണ്, അവിടെ അമ്പലത്തിൽ പരിപാടി വരാൻ പോവാണ്. അപ്പൊ ആ സമയത്ത് പറയേണ്ട സ്ത്രീകളും കുട്ടികളും ആണ് ഉള്ളത്. അപ്പോൾ അവർക്ക് നമ്മൾ അവരുടെ പരിപാടികളിൽ ഏർപ്പെടണം എന്നല്ല പറയണത്. നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് അവർ പറയുന്നത്. അപ്പോ അതേപോലെ തന്നെ ഇപ്പൊ നോക്ക്, ഞങ്ങളുടെ ഇവിടെ ഒരുപാട് പള്ളികളുണ്ട്. ആ പള്ളികളിലൊക്കെ ജാതിമത ഭേദമന്യേ പള്ളിക്കഞ്ഞി കൊടുക്കുന്നുണ്ട്. ആ ഒരു അനുഭവമൊക്കെ നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലത് എന്താ അറിയോ? അനുഭവിച്ചറിയണം. അംഗീകരിക്കേണ്ട ആൾക്കാർ അംഗീകരിക്കും. പിന്നെ നമ്മൾ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടോ വിമർശിച്ചുകൊണ്ടോ നമ്മളൊരു വീഡിയോയും ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു റമദാൻ മാസത്തിലെ ആദ്യത്തെ 10 നിങ്ങൾക്കറിയാലോ, കാരുണ്യത്തിന്റെ 10. അടുത്ത 10 എന്ന് പറയുന്നത് പാപമോചനത്തിന്റെ 10ആണ്. അത് അവസാനത്തെ 10ആണ് നരകമോചനത്തിന്റെ 10. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത്, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അറിയോ? അതൊന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് പബ്ലിക്കായി പറയണ്ട. കാരണം ഏതൊരു മുസ്ലിം മത വിശ്വാസികൾക്കും ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരായിരിക്കും ഈ ഒരു 30 ദിവസം നോമ്പെടുക്കുന്നുണ്ടാവുക. പക്ഷേ മുസ്ലിം മത വിശ്വാസി ആയിട്ടും ആ നമ്മൾ നോൽക്കുന്ന എടുക്കുന്ന അത് ഏത് മതവിശ്വാസി ആയാലും ഒരു നോമ്പെടുത്തു കഴിഞ്ഞാൽ അവരെ നോക്കി കളിയാക്കുക, അല്ലെങ്കിൽ അവരെ നോക്കി പുച്ഛിച്ച് പറഞ്ഞ് പോകുന്ന ചില സന്ദർഭങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നോമ്പെടുത്തിട്ട് ഈ ഒരു ആദ്യത്തെ 10 വരെയുള്ള എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയണം. ഞാൻ ഒരു ദിവസം വല്ലാതെ കരഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് കാരണം കാരുണ്യത്തിന്റെ 10ആണ്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കാരുണ്യം, മറ്റുള്ളവരെ നമ്മൾ കാരുണ്യത്തോടു കൂടി കാണുക, നമ്മൾ മറ്റുള്ളവർക്ക് പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കരുണയുള്ളവനായിട്ട് ജീവിക്കുക. ആ കരുണയുള്ളവനാവാനായിട്ടാണ് ആദ്യത്തെ 10 നമ്മളെ സജ്ജമാക്കുന്നത്, അല്ലെ? അതുപോലും അപ്പൊ തന്നെ അറിയാലോ, അത് കരുണയില്ലാത്ത മനുഷ്യനാണ്, കാരുണ്യത്തിന് നിറകുടമല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ നമ്മൾ പിന്നെ ആ വഴിക്ക് പിന്നെ പോവേണ്ട ആവശ്യമില്ല. എത്ര തന്നെ വെറും മുസ്ലിം നാമം ധരിച്ചിട്ടും കാര്യമില്ല. യഥാർത്ഥ മുസ്ലിമിന്റെ ഗുണങ്ങൾ ഉണ്ടാവണം, എന്നാലേ യഥാർത്ഥ മതവിശ്വാസിയാവുള്ളൂ. എന്തായാലും എന്തെങ്കിലും പറയുന്നതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, പൊരുത്തപ്പെടുക.